ഡാ കൂട്ടാ, ഇനി എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യണ്ട്? എടി മോളെ, 1 hour ഞാൻ നിന്റെ മുന്നിൽ എത്തിയിരിക്കും. You know what? I am so excited. കുറച്ചുകൂടി എക്സൈറ്റ്മെന്റ് ആഡ് ചെയ്താലോ? Come on, baby. പറടി, നിന്റെ റൈറ്റിംഗ് എല്ലാം വെളിയിലേക്ക് വരട്ടെ. How about role play? It will be exciting. കുറച്ച് വൈൽഡ് ആയിട്ട് നീ എന്റെ അടുത്ത് വരും. And I'll say no. Okay. And again, I'll say no. And I will say no to you, no. എന്റെ അടുത്ത് വരും, ഫോഴ്സ് ചെയ്യും. എനിക്ക് നിന്റെ വൈൽഡ്നെസ് കാണണം കൂട്ടാ. And? പിന്നെ എന്താ, പ്രകൃതി അതിന്റെ പണി തന്നെ താനെ ചെയ്തോളൂ. മോളെ, just wait and see. Just wait and see ഡാ പുല്ല്. ഡ്രൈവർ, ഒന്ന് വേഗം വണ്ടി വിടാം. രാജ്, രാജ് പ്ലീസ്, രാജ് വിട്, വിട് രാജ്. എന്താ മോളെ ഇത്? ഓ, നീ ഇപ്പൊ ക്യാരക്ടറാണല്ലേ? അല്ല, സാരി എന്താ കൊടുത്തേക്കുന്നേ? സാരല്ല, അതൊക്കെ പോട്ടെ. ഡൺ. ആക്ഷൻ. മായ, നീ വരുന്നോ അതോ ഇല്ലയോ? പ്ലീസ്, പ്ലീസ് എന്നെ വിട്ടേക്ക്, വിട്ടേക്ക് രാജ്, പ്ലീസ്, പ്ലീസ് രാജ്, എനിക്ക് വയ്യ, വിട്. ഇല്ല മായ, ദിസ് ഇസ് നോട്ട് വർക്കിംഗ് ഔട്ട്. കട്ട്. ഗെയിം ക്യാൻസൽ. നീ ആദ്യം ഈ സാരിക്കൊന്ന് മാറ്റിട്ട് വന്നേ. നമുക്ക് നോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യാം. രാജ് പ്ലീസ്, രാജ് പ്ലീസ്. ആദ്യം നിന്റെ ഓവർ ആക്ടിംഗ് നിർത്ത. ഇത്രയും ദിവസം നീ ചെയ്ത ആക്ടിങ്ങിന് മുമ്പ് എന്റെ ആക്ടിംഗ് ഒക്കെ എന്താ? ആദ്യം കൊന്നത് നീയാന്ന് എനിക്ക് മനസ്സിലായി രാജ്. എല്ലാം മനസ്സിലായല്ലേ? അതൊന്നും സാരമില്ല മായേ, നീ വിഷമിക്കാതെ. ഇതുപോലെ കൊല്ലുന്നത്, ഈ മുഖം മാറ്റുന്നത്, ഇതൊന്നും എനിക്ക് പുതിയ കാര്യമല്ല. ചിൽ ബേബി. അയ്യോ വേണ്ട കേട്ടോ, പ്ലീസ് പ്ലീസ്. 5 മിനിറ്റിനകം പോലീസ് ഇവിടെ എത്തും. ജയിലിരുന്ന് നന്നായിട്ട് 3 റോസസ് ടീ കുടിക്കാം. ഇത്രയും കാലം ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്തു മായേ. ആരും ഇതുവരെ ചെയ്യാത്ത വേൾഡിൽ ബെസ്റ്റ് സർജറി ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടും പുറത്തറിയിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. അവിടെയും നീ എന്റെ പകുതി ലൈഫ് ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിച്ചതാടി. ഇപ്പൊ നീ എന്നെ ഒരു മരംകോടനാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോ ഞാനത് നോക്കി കണ്ടു നിൽക്കണമെന്നാണ് നീ പറയുന്നത്. ഞാൻ എന്ത് ജോലിക്കടി വന്നത്? നീ പക്ഷെ ചെയ്യുന്ന ജോലി എന്താ? ആദ്യം നമുക്ക് പ്ലാൻ ചെയ്ത് ജോലി തീർക്കാം. അതിനുശേഷം നമുക്ക് മർഡർ പ്ലാൻ ചെയ്യാടി. ഒരു ഹാപ്പി ജേർണി. ഒരു പ്രഗ്നന്റ് സ്ത്രീയെ കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു രാജ്? 2 ജീവനെയാണ് നീ കൊന്നിരിക്കുന്നത്. നീ നിന്റെ ആവശ്യത്തിന് വേണ്ടി എന്തും ചെയ്യൂല്ലേ? Stop it, Maya! Stop it! Bloody stop it!
നിന്നെ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ സ്നേഹിച്ചത്. നിന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ മഹതിയോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. നിനക്ക് ഞാൻ എത്ര വലിയ സഹായമാ ചെയ്തെന്നറിയോ? ഐ ബ്ലഡി റീക്രിയേറ്റഡ് എ പേഴ്സൺ. നിനക്ക് ജീവൻ തന്നവനോടി ഞാൻ. എടി, ഇത് ഞാൻ വേറെ ആർക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്തെങ്കിലും അവാർഡോ റിവാർഡോ എനിക്ക് കിട്ടിയാനെ, അറിയാമോ നിനക്ക്? പക്ഷേ ഞാനെല്ലാം മറച്ചു വെച്ചു. യു ആർ ജസ്റ്റ് ബ്ലഡി എക്സ്പെരിമെന്റ്. ഈ കൈ കൊണ്ട് ചെയ്ത മാജിക്ക് ഒരുത്തിന് ചെയ്യാൻ കഴിയില്ല. എന്റെ പദവി, എന്റെ ജോലി, എന്റെ അംഗീകാരം ഇതെല്ലാം ഓർക്കാതെ പോലീസിന് ഫോൺ ചെയ്ത് നാശം ചെയ്ത് നീ ഒരു ദ്രോഹിയാണടി. Hats off, Raj. നിന്റെ ബുദ്ധിക്കും ടാലന്റിനും ഒക്കെ ഹാറ്റ്സ് ഓഫ്. താങ്ക്സ് ഫോർ ലവിങ് മീ. നിന്നെ പോലത്തെ സമർത്ഥക്കാരന്മാരെ ഈ സൊസൈറ്റിക്ക് ആവശ്യമാണ്. പക്ഷെ നിന്നെ പോലത്തെ സാഡിസ്റ്റ് അല്ല. നീയൊക്കെ മാറില്ല രാജ്. മായേ, നീ കരയുകയാണോ? എന്നോടെങ്കിലും സത്യം പറയടി. ശ്രുതി, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മായ അല്ല, മഹതി. മഹതി എന്നെ 8 മാസമായിട്ട് എന്റെ ഭർത്താവ് സെക്ഷലി ടോർച്ചർ ചെയ്യുമ്പോ ചുറ്റി കൊണ്ട് ഞാൻ അടിച്ചു. അത്രേ ഉള്ളൂ. മായ അങ്ങനെ പറയില്ലേ, പേടിയാകുക. മായ അന്ന് തന്നെ ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതും നിന്റെ അടുത്ത് സംസാരിക്കുന്നതും ചെറുപ്പം മുതലേ ഞാൻ ആഗ്രഹിച്ചതൊക്കെ തന്ന മഹതിയാണ്. ഇന്ന് കോടതി പോവാൻ പോകുന്നത് മഹതിയാ. ആയിക്കോട്ടെ, ഈ കാര്യമെല്ലാം നീ വക്കീലിനോട് പറഞ്ഞായിരുന്നോ? ഇല്ല, ഇതൊന്നും ആർക്കും അറിയില്ല. മഹതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ സമ്മതിച്ച ഒരേ ഒരു ലോയറാണ് അദ്ദേഹം. അദ്ദേഹവും മഹതിക്ക് വേണ്ടിയായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. സാർ എത്തി മാഡം, വരാൻ പറഞ്ഞു. നീ ഒന്നോർത്ത് വിഷമിക്കണ്ട. ആ മായ ഒരുപക്ഷെ മർഡർ കേസ് കൊടുത്തിരുന്നെങ്കിൽ ജയിക്കായിരുന്നു. ആ CCTV ഫുട്ടേജ് കാണിച്ച് മാരിറ്റൽ റേപ്പ് കേസാണ് കൊടുത്തിരിക്കുന്നത്. മാരിറ്റൽ റേപ്പ് കേസ് ഒന്നും ഇതുവരെ ലീഗലൈസ് ആയിട്ടില്ല. പേടിക്കണ്ട, കേസ് മുഴുവനും ഇങ്ങനെ നമ്മുടെ സൈഡിലേക്ക് തിരിക്കും. നമുക്കെതിരെ കരുനീക്കുന്നവൻ എത്ര വലിയ കേമനാണെങ്കിലും ഈ കേസ് ഇനി വേണ്ടെന്ന് വെച്ച് കോടതിയിൽ നിന്ന് ഓടിപ്പോകും. അവൻ എന്നെക്കുറിച്ച് ശരിക്കറിയാതെയാണ് വാദിക്കാൻ എത്തുന്നത്. അവൻ്റെ ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ 2 ഉത്തരം കൊടുത്തവനെ പൂട്ടുന്നത് കണ്ടു. അവൻ വലിയ പുലിയാണെന്ന മായ വിചാരിച്ചേക്കുന്നത്. ഇനി ജീവിതത്തിൽ ഒരിക്കലും അവളുടെ മുഖത്ത് ഒരു ചിരിയും ഉണ്ടാവില്ല. ഇത്രയും കാലം ഞാൻ ആർക്കൊക്കെയോ വേണ്ടി വാദിച്ചിട്ടുണ്ട്. ഇപ്പോ എന്റെ സുഹൃത്തിന്റെ മകന് വേണ്ടി വാദിക്കുന്നു. അവളുടെ പിന്നിലെ മേലെ മേധവനാണെങ്കിലും അടിച്ചമർത്തിയിരിക്കും.
ഒരുപാട് കാലമായിട്ട് അദ്ദേഹം എന്നെ ടോർച്ചർ ചെയ്യാണ് സാർ. അതുകൊണ്ടാണ് അദ്ദേഹം ബാംഗ്ലൂർ പോയ സമയത്ത് CCTV ക്യാമറ സെറ്റ് ചെയ്തത്. വീട്ടിൽ വന്ന ഉടനെ അയാളുടെ മോഹം തീർക്കാൻ എന്നെ ഫോഴ്സ് ചെയ്തു. ഇപ്പൊ വേണ്ട, എനിക്ക് പീരിയഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോഴും സാരമില്ലെന്ന് പറഞ്ഞ് എന്നെ ഫോഴ്സ് ചെയ്തു. പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ഫ്ലവർ വാസ് എടുത്ത് എന്റെ തലയിലടിച്ചു, കഴുത്ത് നെരിച്ചു, ഡൈനിങ് ടേബിളിലേക്ക് തള്ളിയിട്ടു. എപ്പോഴും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. എന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കയ്യിൽ കിട്ടിയ ചുറ്റിക കൊണ്ട് ഞാൻ അടിച്ചു. മതി മാഡം, യു മേ ലീവ് നൗ. കണ്ടില്ലേ യുവർ ഓണർ, സെക്ഷൽ പോവട്ടായ രാജ്കുമാർ അയാളുടെ പഠിപ്പും സംസ്കാരവും നമുക്ക് കാണിച്ചു തന്നു യുവർ ഓണർ. സ്വന്തം ഭാര്യയുടെ ആരോഗ്യസ്ഥിതി പോലും മനസ്സിലാക്കാതെ അവളെ കിടപ്പറയിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നു. ഇത് ശരിക്കും നാണം കെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് യുവർ ഓണർ റേപ്പ്, അൺനാച്ചുറൽ സെക്സ്, അറ്റംപ്റ്റ് മർഡർ എന്നെല്ലാം ചേർത്ത് കഠിനമായ ശിക്ഷ നൽകണമെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചത്. ഒബ്ജെക്ഷൻ. സംഗതി കഴിഞ്ഞോ സാറേ? ഇനി അതല്ലാതെ ഈ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നൊക്കെ വല്ലതും പറയാനുണ്ടോ? ഓർഡർ ഓർഡർ ഓർഡർ. വിശ്വാസ് സാർ നന്നായിട്ട് മോണോലോഗ് പ്രിപ്പയർ ചെയ്തിട്ടാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് യുവർ. നല്ല രസകരമായ മോഡുലേഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ. നൗ കമ്മിങ് ടു ദ പോയിന്റ്. ഇന്ന് ഒരു നല്ല പടം കണ്ടിട്ടാ വന്നത്. അതായത് മായ TVയില് മഹതി മാഡം തന്നെ ഡയറക്റ്റ് ചെയ്ത അടിപൊളി ഒരു ഡബിംഗ് പടം, ശ്രീ ലക്ഷ്മി ഗണപതി ഫിലിംസ്. ഊമ ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഡബിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അവിടെ ഇരുന്നുകൊണ്ട് താനാരോ പാടി, ഇദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് തന്നന്നാരോ പാടി. ഇതേതോ ഡോക്ടർ ഒരു തമാശ എഴുതിയപ്പോ മെഡിക്കൽ ഷോപ്പുകാരൻ മാത്രം ചിരിച്ചു അത്രേ. അതുപോലുണ്ട് ഈ തമാശ.